അമേരിക്കയിൽ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിമാനത്തിലുണ്ടായിരുന്ന 60 യാത്രക്കാരും 4 ജീവനക്കാരും ഹെലികോപ്റ്ററിലെ 3 സൈനികരുമാണ് മരിച്ചത്. ഇന്നലെ അമേരിക്കൻ സമയം രാത്രി 9 മണിയോടടുത്താണ് വാഷിംഗ്ടൺ DC-ക്ക് അടുത്തുള്ള റൊണാൾഡ് റീഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുകയായിരുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനവും അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച് തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 സൈനികരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. പൊട്ടോമാക് നദിയിലേക്ക് തകർന്ന വിമാനവും ഹെലികോപ്റ്ററും പതിച്ചു. ഇന്ത്യൻ വംശജനും GE എയ്റോസ്പേസിലെ എഞ്ചിനീയറുമായ വികേഷ് പട്ടേലും മരിച്ചവരിലുൾപ്പെടുന്നു. 14 ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും 1994 ഫിഗർ സ്കേറ്റിംഗിൽ ലോക ചാമ്പ്യന്മാരായ റഷ്യൻ ദമ്പതിമാരായ എവ്ജീനിയ ഷിഷ്കോവയും വാഡിം നൗമോയും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇരുവരും ഫിഗർ സ്കേറ്റിംഗ് കോച്ചുകളായി അമേരിക്കയിൽ താമസിക്കുകയായിരുന്നു. ഇതുവരെ 53 പേരുടെ മൃതദേഹം നദിയിൽ നിന്നും കണ്ടെടുക്കാനായി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. യോഗ്യരല്ലാത്തവരെ എയർ ട്രാഫിക് കൺട്രോളർമാരായി നിയമിച്ചതാകാം അപകടത്തിനിടയാക്കിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി. 30 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുമെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.